നമസ്കാരം. 2019 സെപ്റ്റംബർ 6 ഗവർണർ പദവിയിലെത്തി. 1-2 വർഷത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ബില്ലുകളിൽ ഒപ്പുവയ്ക്കാതെ ഉത്തരേന്ത്യയിലെ ബന്ധുവീട്ടിലും മോദിയുടെ പാദസേവകനുമായി കറങ്ങി നടക്കുന്നതിനും വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് 1.9 കോടി രൂപയാണ്. സംസ്ഥാനത്തിന് യാതൊരു ഗുണവുമില്ലാത്തൊരു പാഴ്ചെടിക്ക് വേണ്ടിയാണ് 1.29 കോടി സർക്കാരിന് പൊട്ടിച്ചു കളയേണ്ടി വന്നത്. ഈ തുക മുഴുവനും യാത്രാ ചെലവിന് മാത്രമാണെന്നുള്ളതാണ് വസ്തുത. കൃത്യമായി പറഞ്ഞാൽ എല്ലാം വിഴുങ്ങുന്ന സംഘി ഖാന് യാത്രാ ചെലവിന് വേണ്ടത് ശമ്പളത്തേക്കാൾ ഇരട്ടി തുകയാണ്. 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ യാത്രാക്കൂലിക്കായി ഗവർണർ കൈപ്പറ്റിയത് 45,71,814 രൂപ. 42 ലക്ഷം രൂപയാണ് ഗവർണറുടെ വാർഷിക ശമ്പളം. ശമ്പളത്തേക്കാൾ കൂടുതൽ യാത്രാ ചെലവ് അദ്ദേഹം വിഴുങ്ങി. 2019 സെപ്റ്റംബർ 6 ഗവർണർ പദവിയിലെത്തിയ സംഘി ഖാൻ 2019-20 18.47 ലക്ഷം രൂപയും 2020-21 5.34 ലക്ഷവും 2021-22 14.19 ലക്ഷവും 2022-23 45.66 ലക്ഷവുമാണ് യാത്രാപ്പടി ഇനത്തിൽ മുക്കിയത്. ഇതിൽ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ മാസത്തിലെ പകുതിയിൽ താഴെ മാത്രമേ രാജ്ഭവനിൽ ഗവർണർ താമസിച്ചിട്ടുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ കുഞ്ഞമ്മ, അച്ചച്ചൻ, അമ്മായി, അമ്മാവൻ തുടങ്ങിയ ബന്ധുമിത്രാദികളെ കണ്ട് കുശലം പറയാനുള്ള യാത്രകളിലായിരുന്നു അദ്ദേഹം. കൂട്ടത്തിൽ മോദിക്ക് പാദസേവ ചെയ്യുവാനും സമയം കണ്ടെത്തും. 12.50 ലക്ഷം രൂപയായിരുന്നു 2023-24 ബജറ്റിൽ ഗവർണർക്ക് യാത്രാപ്പടിയായി വകയിരുത്തിയത്. ഇതാണ് 45.71 ലക്ഷമായി ഉയർന്നത്. ബജറ്റ് വിഹിതത്തെക്കാൾ 4 ഇരട്ടിയിലധികം തുക യാത്രാപ്പടിയായി കൈപ്പറ്റുന്ന മറ്റൊരു ഗവർണർ കേരള ചരിത്രത്തിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. എന്തായാലും ഇങ്ങനെ ഒരാളെ കേരളത്തിന് സമ്മാനിച്ചവർക്ക് നല്ല നമസ്കാരം. ഈ പോക്ക് പോവുകയാണെങ്കിൽ അധികകാലം കേരളത്തിൽ നിൽക്കേണ്ടി വരില്ല. വൈകാതെ തന്നെ പെട്ടിയും കിടക്കയും എടുത്ത് അകന്നു നിൽക്കാൻ വിഷമമുള്ള ബന്ധുമിത്രാദികളുടെ അടുത്തേക്ക് തന്നെ പോകാൻ സാധിക്കുന്നതാണ്.